അഹമ്മദ് കബീർ ഡയറക്ട് ചെയ്തിട്ടുള്ള കേരള ക്രൈം ഫയൽസ് സീസൺ 2 വെബ് സീരീസ് ആണ് ഇന്നലെ മുതൽക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി 2023 സീസൺ 1 പുറത്തു വന്നത്. അജു വർഗീസ് ആയിരുന്നു പ്രധാന കഥാപാത്രം. വളരെ മികച്ച പ്രേക്ഷക അഭിപ്രായം നേടി, നിരൂപക പ്രശംസ നേടി. മാത്രമല്ല, ഇവിടെ മലയാളത്തിൽ ആദ്യമായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ക്രൈം വെബ് സീരീസ് കൂടിയായിരുന്നു അത്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിന്റെ സീസൺ 2 വരുന്ന സമയത്ത് നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. 2 വർഷങ്ങൾക്ക് ശേഷം എന്ത് പ്രത്യേകതയോട് കൂടിയാണ് ഇത് വരാൻ പോകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. മാത്രമല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് ഇതിന്റെ തിരക്കഥ ചെയ്തിട്ടുള്ളത് ബാഹുൽ രമേശ് ആണെന്ന് അറിഞ്ഞത് മുതൽക്ക് ഇത് കാണാനുള്ള ആകാംക്ഷ പിന്നെയും വർദ്ധിച്ചു. അതായത് നമ്മുടെ കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന വളരെ മികച്ച പ്രേക്ഷക അഭിപ്രായം, നിരൂപക പ്രശംസയൊക്കെ നേടിയിട്ടുള്ള മൂവിയുടെ റൈറ്റർ ആയിട്ടുള്ള ബാഹുൽ രമേശ് ആണ് ഈ ഒരു സീരീസിന് വേണ്ടിയിട്ടും തിരക്കഥ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ രചനാ വൈദഗ്ധ്യം എന്താണെന്നും എത്രത്തോളം മികവുറ്റ രീതിക്ക് അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്യുമെന്നും സൂക്ഷ്മമായിട്ടുള്ള പഠനങ്ങൾ നടത്തുമെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനകത്തും അദ്ദേഹം എന്തെങ്കിലും ചെയ്തു വെക്കും എന്നുള്ളൊരു ഹോപ്പ് വന്നിട്ടുള്ളത്. എന്തായാലും ആ ഒരു പ്രതീക്ഷയെ ബാഹുൽ രമേശ് തച്ചുടച്ചിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതായത് ഇതിനകത്ത് വളരെ വേറിട്ടൊരു ശൈലി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്, ആഖ്യാന രീതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര കാലവും നമ്മൾ പിന്തുടർന്നിട്ടുള്ള പല സംഭവങ്ങളെയും പൊളിച്ചു മാറ്റിക്കൊണ്ട് പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവം ഇദ്ദേഹം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെബ് സീരീസ് കാണാത്ത പ്രേക്ഷകർക്ക് മുമ്പിൽ ഒരൊറ്റ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വെബ് സീരീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ക്രൈം ത്രില്ലർ മൂവീസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെബ് സീരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കണ്ടു നോക്കണം. കാരണം ഇതിനകത്ത് നിങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ഇവർ തരും. 100% ഞാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്. ഇത് ഒരിക്കലും സ്പൂൺ ഫീഡ് ചെയ്യുന്ന ഒരു വെബ് സീരീസ് അല്ല. എങ്ങനെ കൊലപാതകം നടന്നു, എങ്ങനെ സംഭവിച്ചു, ഒന്നും നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്യുന്നില്ല. അതൊക്കെ പ്രേക്ഷകർക്ക് വിട്ടു തന്നു. പ്രേക്ഷകർക്ക് എല്ലാ തരത്തിലുള്ള സൂചനയും തന്നുകൊണ്ട് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ കൊലപാതകം നടന്നു, എങ്ങനെ ഏത് രീതിക്ക് നടന്നു എന്നൊക്കെ പ്രേക്ഷകർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് അവസരം തന്നിട്ടുള്ളത്. അത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഒരു മൂവി കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുക, നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവർ തന്നിട്ടുള്ളത്. സോ ആ രീതിയാണ് ബാഹുൽ രമേശ് എന്ന് പറയുന്ന എഴുത്തുകാരനെ കൂടി ഇവിടെ വ്യത്യസ്തമാക്കുന്നത്. അപ്പൊ ഇനി കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഇതിനകത്ത് കഴിഞ്ഞ സീസൺ പോലെ അജു വർഗീസ് അല്ല പ്രധാന കഥാപാത്രം ചെയ്യുന്നത്. അജു വർഗീസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലെ പോലെ ലാലും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അജു വർഗീസ് വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു കഥാപാത്രം മാത്രമാണ് ഇതിനകത്ത്. അല്ലാണ്ട് പുള്ളിക്ക് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല. എന്നാൽ അതേസമയം തന്നെ ലാലിന് നന്നായിട്ട് പെർഫോം ചെയ്യാനുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇതിനകത്തുള്ള ഷോ സ്റ്റീലേഴ്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇന്ദ്രൻസും ഹരിശ്രീ അശോകനുമാണ്. വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിക്കാണ് രണ്ടുപേരും പെർഫോം ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ഒരു കാലത്ത് മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട പെർഫോമൻസ് കൊണ്ടാണെങ്കിലും കഥാപാത്രങ്ങൾ കൊണ്ടാണെങ്കിലും ഒക്കെ അങ്ങ് അരികുവൽക്കരിക്കപ്പെട്ട രണ്ടു പേര്, അവര് വളരെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുന്നു. രണ്ടുപേരും തങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് വളരെ വ്യത്യസ്തമായിട്ട് ഗംഭീരമായിട്ട് ആ കഥാപാത്രങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ അഭിനേതാക്കളുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ദ്രൻസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന അമ്പിളി രാജു, ആ കഥാപാത്രമാണ് ഈ ഒരു സീരീസിനെ മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. അദ്ദേഹം ഒരൊറ്റ ഇതിലെ കാര്യമായിട്ട് വരുന്നുള്ളൂ, ഒരൊറ്റ എപ്പിസോഡിലാണ് കാര്യമായിട്ട് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം അമ്പിളി രാജുവിന്റെ തിരോധാനം അന്വേഷിച്ചു പോകുന്നു. ഹരിശ്രീ അശോകർ അവതരിപ്പിക്കുന്ന അയ്യപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു പോകുന്നു. ആ പറഞ്ഞു പോകുന്ന യാത്രകൾക്കിടയിൽ എല്ലാം തന്നെ ഈ കഥാപാത്രങ്ങളെ കാണിക്കണമെന്നില്ല, എന്നാൽ ആ സാന്നിധ്യം അവിടെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഈ തിരോധാനം അന്വേഷിച്ചു പോകുന്ന സമയത്ത് അയ്യപ്പൻ എന്ന് പറയുന്ന കഥാപാത്രവും അമ്പിളി രാജുവും തമ്മിലുള്ള ഒരു വളരെ വിചിത്രമായ ഒരു ബന്ധം കാണിക്കുന്നുണ്ട്. അത് സത്യത്തിൽ എനിക്ക് വളരെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. അതായത് എഴുത്തുകാരന്റെയോ ഡയറക്ടറുടെയോ ആരുടെയോ ഭാവനാ സമ്പന്നമായ ഒരു കാര്യം ഉണ്ടല്ലോ, ആ ഒരു ബന്ധം വളരെ മനോഹരമായിട്ട്, അത് കുടുംബവുമായി ചേർന്നിട്ടാണെങ്കിലും അല്ലാത്ത രീതിക്കാണെങ്കിലും ഒക്കെ വളരെ മനോഹരമായിട്ട് ആ ഒരു ബന്ധത്തെ കാണിച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ആ ഒരു ഭാഗം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ കഥാകാര്യങ്ങളിലേക്ക് കൂടുതൽ വരികയാണെങ്കിൽ, മുൻപേ പറഞ്ഞതുപോലെ അമ്പിളി രാജു എന്ന് പറയുന്ന ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ ഒരു കഥാപാത്രത്തിന്റെ, ഇന്ദ്രൻസ് ചെയ്യുന്ന കഥാപാത്രത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് കാണിക്കുന്നത്. അമ്പിളി രാജു വർക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റേഷനിലേക്ക് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് വരുന്നു. പക്ഷെ അപ്പോഴേക്കും അമ്പിളി രാജു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കാണാതാവുകയാണ്. അവിടുന്ന് അങ്ങോട്ട് അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള അന്വേഷണത്തിലേക്ക് ഇങ്ങനെ കൂടുതൽ പോകുന്നു. ഒരേ സമയം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നിട്ട് പല സിറ്റുവേഷനിൽ നിന്നിട്ടാണ് കഥകൾ പറയുന്നത്. ഇതിനകത്ത് മൊത്തം 6 എപ്പിസോഡാണുള്ളത്. പക്ഷെ ഒരൊറ്റ എപ്പിസോഡ് പോലും നമ്മൾ ബോറടിപ്പിക്കുന്നില്ല.
അമ്പിളി രാജുവിന് എന്താണ് പറയാനുള്ളത്, അയാളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ആകാംക്ഷയൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഓരോ എപ്പിസോഡ് അവസാനിപ്പിക്കുന്ന സമയത്ത് പോലും ഇവർ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ബിൽഡ് ചെയ്യുന്നൊന്നുമില്ല. അല്ലെങ്കിൽ പ്രേക്ഷകരെ അങ്ങ് ടെൻഷൻ അടുപ്പിച്ചിട്ട് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് കൊണ്ടുപോകാനുള്ള യാതൊരു ഗിമ്മിക്കുകളും ഇവിടെ നടത്തിയിട്ടില്ല. മറിച്ച് പ്രേക്ഷകർ സ്വാഭാവികമായിട്ടും ഇത് കാണണമെന്ന് വളരെ ആഗ്രഹിച്ചു പോകുന്ന രീതിക്കുള്ള സിറ്റുവേഷൻസ് മാത്രമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ എപ്പിസോഡിലേക്ക് പോകുന്ന സമയത്തും പല സ്ഥലങ്ങളിലുള്ള കഥകൾ കാണിക്കുന്നുണ്ട്. ഇപ്പം ഈ ഡോഗ്സിനെയൊക്കെ സംരക്ഷിക്കുന്ന അത്തരത്തിലുള്ള സ്ഥലം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിയം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പിളി രാജുവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അയ്യപ്പന്റെ വീട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിക്കുള്ള ചുറ്റുപാടുകളും പല ജീവിതങ്ങളും ഒക്കെ കാണിച്ച് കൊണ്ടുപോയിട്ട് 6ാമത്തെ എപ്പിസോഡ് ആകുമ്പോഴേക്കും ഇവയെല്ലാം ചേർന്ന് ഒരുമിച്ച് എത്തിക്കുന്നതാണ് ഇതിനകത്തുള്ള രീതി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ക്രൈം എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചുള്ള സൂചനകൾ, ക്രൈം എങ്ങനെ നടന്നു തുടങ്ങിയ സൂചനകൾ പ്രേക്ഷകർക്ക് തരുന്നത്. അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു പ്രത്യേക കാര്യം കൂടിയുണ്ട്. ഇത് സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തത് കൊണ്ട് മാത്രം വിജയിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു വർക്കാണ്. എവിടെയെങ്കിലും കൈവിട്ട് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പാളി പോകും. കാരണം ഇതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള ആത്മബന്ധം കാണിക്കുന്നുണ്ട്. കൊലയാളിയായിട്ടുള്ള കഥാപാത്രത്തിന്റെ ഒരു ആത്മബന്ധമാണ്, അയാൾ എന്തിനു വേണ്ടി കൊല ചെയ്തു എന്നുള്ളൊരു കാരണമാണ് കാണിക്കുന്നത്. അപ്പൊ അത്തരം ഒരു കാരണം കാണിക്കുന്ന സമയത്ത് അത് കാണുന്ന പ്രേക്ഷകർക്ക് കൂടി വിശ്വസനീയമായിട്ട് തോന്നണം. അത് പാളി പോവേണ്ട ഒരു കാരണമായിരുന്നു. ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇയാൾ ഈ കൊലപാതകം നടത്തിയെന്ന് പ്രേക്ഷകർ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പാളി പോകുന്ന ഒരു അവസ്ഥയാവുമായിരുന്നു. പക്ഷെ ആ ഒരു ചിന്ത പ്രേക്ഷകർക്ക് കൊടുക്കാത്ത വിധത്തിലാണ് നമ്മുടെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ഒക്കെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പൊതുവെ ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അയാൾ എന്തിനു വേണ്ടി കൊല ചെയ്തു എന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അത്രയും ലൈഫിൽ ഒന്നിനോട് ആത്മബന്ധം അനുഭവിച്ചിട്ടുള്ള മനുഷ്യർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വാസ്തവത്തിലെ ഈ കൊലയുടെ കാരണം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ അത് എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് റൈറ്ററുടെയും ഡയറക്ടറുടെയും ഏറ്റവും വലിയൊരു മികവായിട്ട് നിൽക്കുന്നത്. കഥയെ മൊത്തത്തിൽ ഈ സീസണിൽ മൊത്തത്തിൽ കൊണ്ടുപോയിട്ടുള്ളത് അർജുൻ രാധാകൃഷ്ണനാണ്. അർജുൻ ചെയ്തിട്ടുള്ള നോബൽ എന്ന് പറയുന്ന ക്യാരക്ടറാണ് കഥയെ മൊത്തത്തിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഇതിലെ നായകൻ എന്ന് പറയുന്നത് അർജുൻ രാധാകൃഷ്ണൻ തന്നെയാണ്. വളരെ പക്വതയാർന്ന അഭിനയം എന്നാണ് ഞാൻ പറയുക. കാരണം ഇതിനകത്ത് ആ കഥാപാത്രത്തിന് വളരെ മികച്ച രീതിക്കുള്ള പരിവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അയാളുടെ ചിന്തകൾ മാറുന്നുണ്ട്. തുടക്കത്തിൽ കണ്ടിട്ടുള്ള നോബൽ എന്ന് പറയുന്ന ക്യാരക്ടർ എല്ലാം മുൻപോട്ട് പോകുമ്പോഴേക്കും കാണാൻ പറ്റുന്നതും അറിയാൻ പറ്റുന്നതും ആ കഥാപാത്രം ഒരുപാട് മാറുന്നുണ്ട്. അതൊക്കെ വളരെ പക്വമായിട്ടുള്ള രീതിക്കാണ് ഈ അർജുൻ രാധാകൃഷ്ണൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് നവാസ് വള്ളിക്കുന്ന് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് നവാസ് വള്ളിക്കുന്ന് ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ പേഴ്സണലി കൊള്ളാം എന്നുള്ളൊരു ഫീലൊക്കെ എനിക്ക് വരാറുണ്ട്. ആ ഒരു കോമഡിക്ക് വിട്ട് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നൈസായിട്ട് ചെയ്യുന്നു എന്നൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കഥാപാത്രത്തിന്റെ ഫാമിലിയെ കാണിക്കുന്നു, ആ കഥാപാത്രത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ആ കഥാപാത്രത്തെ കാണാനില്ല, എവിടെയോ പുള്ളിയെ കാണാനില്ലാണ്ടായി. അപ്പൊ എന്തിനാണ് പുള്ളി ഇത്രയും കാര്യത്തിൽ കാണിച്ചത്, എന്തിനാണ് ഇത്ര ബിൽഡപ്പ് കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ക്യാരക്ടർ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നൂറിൻ ഷെരീഫ് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് ഞാൻ പറയുള്ളൂ. അതായത് പുള്ളിക്കാരി ആ ക്യാരക്ടർ നല്ല രീതിക്ക് അറിഞ്ഞു ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജിയോ ബേബി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അത്. പിന്നെ ഈ ഒരു കഥയെ മൊത്തത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതും കഥാഗതിയിൽ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്, ചില മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളുടെ ആ ഒരു പെർഫോമൻസ് പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജിതിൻ സ്റ്റാനിസ്ലോസ് ആണ് ഇതിന്റെ DOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. കേരള ക്രൈം ഫയൽസ് സീസൺ 1 കണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തുടർച്ച കിട്ടുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. കഥാപാത്രങ്ങൾ മാറിക്കഴിഞ്ഞാലും സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാലും നമ്മൾ സീസൺ 2 ആണ് കാണുന്നുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടണം. ആ ഒരു ഫീലിലേക്ക് എത്തിക്കാൻ തന്നെ ഇവരെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് എടുത്ത് പറയേണ്ട കാര്യം. പിന്നെ തീർച്ചയായിട്ടും കഥയ്ക്കനുസരിച്ച് കഥാഗതിക്ക് അനുസരിച്ചാണ് മുൻപോട്ട് പോയിട്ടുള്ളതൊക്കെ. മഹേഷ് ഭുവാനന്ദാണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഹിഷം അബ്ദുൾ വഹാബാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ അവരുടെ സാങ്കേതിക വശങ്ങൾ വളരെ മികച്ചതാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു ഇമോഷണൽ ത്രില്ലർ ആയിട്ടുള്ള മൂവിക്ക് വേണ്ട രീതിക്ക്, അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ മൂവിക്ക് വേണ്ട രീതിക്കാണ് ഇവര് ഇതിനൊക്കെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. ഏതായാലും ഈ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് മികച്ച അഭിപ്രായം തന്നെയായിരിക്കും അതിനെക്കുറിച്ച് പറയാനുണ്ടായിരിക്കുക എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കൂട്ടത്തിൽ നമ്മുടെ ബാഹുൽ രമേശിന്റെ തിരക്കഥ, അഹമ്മദ് കബീർ ഈ മധുരം അല്ലെങ്കിൽ ജൂൺ പോലുള്ള വളരെ ഫീൽ ഗുഡ് മൂവീസ് മാത്രം എടുക്കുന്ന ഒരു ഡയറക്ടർ, ആ ഡയറക്ടറുടെ ഇത്തരം മൂവീസ് എടുക്കാനുള്ള വൈദഗ്ധ്യം എല്ലാം ഇതിനകത്ത് കാണാൻ പറ്റും.